സ്റ്റൈല് നമ്മുടെ തെങ്കാശിപ്പട്ടണം സിനിമയില് ഗോലുമാല് ആ സോങ്ങില് കാവ്യമാധവൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ ഇഷ്ടം പോലെ മുല്ലപ്പൂ നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ ഇത്രയും പിശിക്കേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും കൂടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, പച്ചവെള്ളം കിട്ടാനില്ലാതെ ആട് ജീവിതത്തിലെ ഷൂട്ടിനിറങ്ങിയിട്ട് വെള്ളം വാങ്ങിക്കാൻ വിട്ടുപോയി, വെള്ളം വാങ്ങിക്കാൻ മറന്നുപോയി. ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ദാഹിച്ചിട്ട് ഒരു രക്ഷയില്ല. ആൻഡ് ഗൈസ് ഞാൻ പീരീഡ്സിന്റെ 2ാം ദിവസമാണ്. സോ അത്രയും വയ്യ, ഫിസിക്കലി ഞാൻ ഒട്ടും ഓക്കെ അല്ല. എന്നിട്ട് നമുക്ക് ഈ കോസ്റ്റ്യൂം ഫോട്ടോ സീനോടുള്ളൊരു കമ്മിറ്റ്മെന്റ് പുറത്തും എൻ്റെ വീഡിയോഗ്രാഫറിനോടുള്ള കമ്മിറ്റ്മെന്റിന്റെ പുറത്തും പിന്നെ ഓൾറെഡി ഷൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഓണം കോസ്റ്റ്യൂം ഷൂട്ട് ചെയ്യാൻ ലേറ്റ് ആയി. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഇറങ്ങിയത്, ഒട്ടും വയ്യാതിരുന്നിട്ടും. അപ്പോൾ വെള്ളം കുടിക്കാതെ അപ്പോൾ പാടെ ടയർഡായിപ്പോയി. സോ വെള്ളം ബോട്ടിലൊന്നും വാങ്ങാൻ പറ്റുന്ന ഷോപ്പ് വരെ തൊട്ടടുത്തില്ല. പിന്നെ ആകെ ഇതേ മാർഗമുള്ളൂ. ഇങ്ങനെ കുടിക്കുമ്പോഴാണ് ഒരിറ്റ് വെള്ളത്തിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ആട് ജീവിതത്തിലൊക്കെ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ നജീവ് എന്നൊക്കെ പറഞ്ഞ ആള് വെള്ളത്തിന് വേണ്ടി അലഞ്ഞതൊക്കെ അതിന്റെ വില ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അമൃത് പോലെ ഇരിക്കുന്ന വെള്ളം. ഹലോ, SRT വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ഓണം വെയർ എന്ന് പറയുന്നത് ധാവണിയാണ്. പട്ടുപാവാട പോലെ ബ്ലൗസ് സ്കേർട്ട് തയ്ച്ചിട്ട് അതിന്റെ മീതെ ഷോള്, ഇതാണ് ധാവണി. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ നമ്മളുടെ ധാവണി വന്നിരിക്കുന്നത് ഗ്രീൻ കളർ ഷോൾ ആൻഡ് പിങ്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ കോസ്റ്റ്യൂം കോട്ടസി ബേത്തൽ താജാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഷാർജ സഫാരി മാളിലെ ബേത്തൽ താജിന്റെ ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അവരാണ് ഇത്തവണത്തെ നമ്മുടെ ഓണം കോസ്റ്റ്യൂം എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. വിത്ത് ഫോട്ടോഷൂട്ട് വിശേഷങ്ങൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിനുമുമ്പ് ഞാൻ നിങ്ങളെ ഫുൾ സൈസ് കാണിക്കാം. ഇതാണ് നമ്മുടെ ഫുൾ സൈസ് വരുന്നത്. ഇനിയിപ്പോൾ ഷോളെല്ലാം ചെയ്ത് ഹെയർ വിത്ത് മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗിലൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ മേക്കപ്പും സ്റ്റൈലിങ്ങും ഒക്കെ ഞങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ എല്ലാ വ്ളോഗിലും തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തവണ മേക്കപ്പ് വീഡിയോ കാര്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാത്തത് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ചധികം പൂട്ടിയൊക്കെ ഇടുന്നുണ്ട്, കാരണം ഫോട്ടോഷൂട്ടല്ലേ. അപ്പോൾ മാത്രമല്ല നമ്മൾ പുറത്ത് ഔട്ട്ഡോർ ഷൂട്ടാണ്, അപ്പോൾ വെയിലത്തൊക്കെ ഇറങ്ങാനുള്ളതാണ്. സോ നമ്മൾ കാര്യമായിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാട്ടോ. എനിക്ക് മുല്ലപ്പ് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് ഇതിനോടുള്ളൊരു ഭ്രാന്ത് വേറെ ഒന്നിനോടും ഇല്ല. എത്ര ചൂടിയാലും എന്തോരം ചൂടിയാലും എപ്പോൾ ചൂടിയാലും മടുക്കാത്തൊരു സാധനമാണിത്. ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞിലേ ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മുല്ലപ്പൂ വയ്ക്കുന്ന പരിപാടിയിലേക്ക് കിടക്കട്ടെ. ഇതെങ്ങനെ വെക്കും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. നോക്കാം. ഈ ഒരു സ്റ്റൈല് നമ്മുടെ തെങ്കാശിപ്പട്ടണം സിനിമയില് ഗോലുമാല് ആ സോങ്ങില് കാവ്യമാധവൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ ഇഷ്ടം പോലെ മുല്ലപ്പൂ നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ ഇത്രയും പിശിക്കേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും കൂടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് കൊച്ചു കുട്ടികള് ചെറുപ്പത്തിൽ വെക്കുന്ന പോലെ ഇരിക്കും അല്ലേ. സംഭവം രസമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ധാവണി ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നുള്ളതാണ്. അത് ഞാനൊന്ന് പ്ലേറ്റ് എടുക്കട്ടെ. ഇത് കുറച്ച് പണിയാ. ഒരാളും കൂടെ ഒരുക്കി തരാനുണ്ടായിരുന്നെങ്കിൽ ഇത് സുഖമായിരുന്നു. പിന്നെ ഞാൻ ഇത്തവണ മേക്കപ്പ് ചെയ്യാൻ സ്വയം പഠിച്ചത് കൊണ്ടാണ് പാർലറിനെ ഒന്നും സമീപിക്കാൻ ഞാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും പാർലറാണ് നമുക്ക് കൊള്ളാപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും. ഞാൻ സെറ്റ് ചെയ്യട്ടെ. ജ്വല്ലറി നല്ലതല്ലേ? ആക്ച്വലി ഇതിൻ്റെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്തപ്പോഴും ജ്വല്ലറി എന്ത് വേണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പുറത്തുനിന്ന് ഇനി വാങ്ങണോ, എൻ്റെ ഉള്ള സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഓർണമെൻറ്റ്സ് ഞാൻ നോക്കിയത്. അപ്പോൾ എൻ്റെ കളക്ഷൻസിൽ കറക്റ്റ്, എനിക്ക് കുറേ കളക്ഷൻസ് ഉണ്ട്, അതിൽ കറക്റ്റ് മാച്ച് ചെയ്തിട്ടുള്ളൊരു ഗ്രീൻ കളർ നെക്ലേസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി പിന്നെ കോസ്റ്റ്യൂം ഓർണമെൻറ്റ്സ് സെറ്റായി. ഓക്കെ, ബാക്കിയും കൂടെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം.
എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ജ്വല്ലറി ഇതുപോലെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതുപോലെ രക്ഷപ്പെടാം. പെർഫെക്റ്റ്. ഇത്രയും മാച്ചായിട്ടുള്ള ജ്വല്ലറി എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അടിപൊളി സെറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ബാംഗിൾസ് എന്തിടും? ഒരു ഗ്രീൻ കളറിലെ ഉണ്ട്, പക്ഷെ ഇത് ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ ഇതും കൂടെ മാച്ച് ആവത്തില്ല. ആക്ച്വലി ഇതിൻ്റെ നെക്ലസ്, ഈ ബാംഗിളിൻ്റെ നെക്ലസ് വരുന്നത് ഇതാണ്. പക്ഷെ ഇത് ഒരു വൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ടാണ് ഞാൻ അതിടാതെ ഇതിട്ടത്. അപ്പോൾ ഇതിനെ മാച്ച് ചെയ്തിട്ടുള്ള ബാങ്ക് നോക്കട്ടെ. എന്തൊക്കെ ബാങ്കുകൾ ഇതിൽ കിടന്ന് അന്വേഷിച്ചാലും ഞാൻ ഫൈനലി ചെന്നെത്തുന്നത് കുപ്പിവളയിലായിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കുപ്പിവളകൾ. അപ്പോൾ ഇതാ മിക്കവാറും നമ്മൾ ഇത് തന്നെയായിരിക്കും ഇത് കേട്ടോ. ഫൈനലി ഇങ്ങനത്തെ ഒരു സെറ്റ് വള കിട്ടി കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സെറ്റായിരിക്കുവാണ്. ബാക്കി ഇനി പോകുന്ന വിശേഷങ്ങൾ കാണിക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാണ് എൻ്റെ വീഡിയോഗ്രാഫർ മിഥുൻ ചീർക്കാട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കുറേ ഷൂട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്, കൊളാബ് ചെയ്തിട്ടുണ്ട്, ID കാണാൻ പറ്റും. നമ്മൾ ഇന്നത്തെ ഷൂട്ട് വെക്കുന്നത് ഇവിടെയാണ്, സബീൽ പാർക്ക് ദുബായ്. സബീൽ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രെയിമിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡ് ഓൾഡ് ദുബായ്, ഒരു സൈഡ് ന്യൂ ദുബായ്, അങ്ങനെ കാണാൻ പറ്റും. നീ കയറിയിട്ടുണ്ടോ? ഞാൻ 4 തവണ വന്നിട്ടുണ്ട്. 50 dirhams per person എൻട്രി. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് ഷൂട്ട്. ഓൾറെഡി നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒത്തിരി ക്രൗഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഒരു സൈലൻറ്റ് ഏരിയ കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഓണം ഷൂട്ട്. നമ്മൾ ഇതുവരെ എത്ര ഷൂട്ട് ചെയ്തിട്ടുണ്ട്? 2-3 ഷൂട്ട്, 3-4 ഷൂട്ട് ചെയ്തില്ലേ? 4 ആ 3-4 ഷൂട്ട് അല്ലേ? ഓക്കെ, അങ്ങനെ. അപ്പോൾ ബാക്കി നമുക്ക് ഷൂട്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. സ്റ്റേ ട്യൂൺഡ്. കാർഡിൽ പേ ചെയ്യണം. സൂപ്പർ. എത്ര പൈസ? 10 dirhams per head. ഇതാട്ടോ ദുബായ് ഫ്രെയിം. നമ്മളിവിടെ അല്ല ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഫോർ ഗാർഡൻ ആണ്. സോ ഗാർഡനിൽ ഏതെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാം. അതെന്തിനാ? ഇത് ബിഹൈൻഡ് ദി സീൻ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ക്യാമറ വെക്കോ? അല്ല, ഫോൺ വെക്കോ? ഫോൺ വെക്കും. ഫോണിൽ വെക്കോ? BTS. എജാതി സൂമിങ് എന്ന് പറയാം. ഐഫോണില് 9.5x സൂമിങ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഓണം ഷൂട്ട് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വ്ലോഗുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ക്യാമറമാൻ മിഥുൻ ചീർക്കാടിനൊപ്പം ശ്രുതി തമ്പി. ബൈ, സൈനിങ് ഓഫ്. ടാറ്റാ.